നമസ്കാരം. കെൻലേൺ അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് 28 ഡിസംബർ 2024 നടന്ന 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷന്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ എക്സാമിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഇനി വരുന്ന എക്സാംസിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് എഴുതിയ ഒരുപാട് കുട്ടികൾ പറഞ്ഞത് സമയം 75 മിനിറ്റ് ആണ് നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയുള്ളത്. അതായത് 1 മണിക്കൂർ 15 മിനിറ്റ് മാത്രമേ നമുക്ക് എക്സാമിനുള്ളൂ. 75 മിനിറ്റ്. അത് എല്ലാവരും ശ്രദ്ധയിൽ വെക്കണം. 75 മിനിറ്റ് മാത്രമേ ഉള്ളൂ നമുക്ക് സമയം അനുവദിച്ചിരിക്കുന്നത്. നമ്മളിവിടെ ചോദ്യപുസ്തക കോഡ് എ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഒന്നുകൂടി കെൻലേൺ അക്കാദമിയിലേക്ക് സ്വാഗതം. നമുക്ക് പ്രൊഫഷണൽ ആൻസർ കീ വെച്ചിട്ടുള്ള നമ്മളുടെ PSC തന്നിട്ടുള്ള ആൻസർ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. അത് തെറ്റാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. ശരിയാണ്. അരുൾ നൂൽ അദ്ദേഹത്തിന്റെ രചനയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അപ്പം 2, 3, 4 ശരി. അതായത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെ പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കുറിച്യ കലാപത്തെ പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. കലാപം നടന്നത് 1812 ശരി. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത്. അത് തെറ്റാണല്ലേ. കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. അതും നമുക്ക് തെറ്റാണ് വരുന്നത് അല്ലെ. കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. നെക്സ്റ്റ് നോക്കാം. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. ശരിയാണ്. അപ്പൊ ഇവിടെ തെറ്റായ പ്രസ്താവനകൾ 2ഉം 3ഉം ആണ്. അതിൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻകാങ്ങിനെ കുറിച്ച് ഉള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരി ഏത്? ഹാൻകാങ്ങിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. ശരിയാണ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ് ഹാൻകാങ്. ദ വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. ശരിയാണ്. ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. അതും ശരിയാണ്. അപ്പൊ 4 പ്രസ്താവനകളും ശരിയായതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ശരിയുത്തരം കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. നമുക്ക് ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. ശരിയാണ്. 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസ് പിളർപ്പ്. അതും ശരിയാണ്. 1934 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി. അത് തെറ്റാണ്. 1934 അല്ല. അടുത്തത് 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം. ശരിയാണ് അല്ലെ. പൂർണ്ണ സ്വരാജ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവിടെ 1ഉം 2ഉം 4ഉം ആണ് ശരിയായ ജോഡി. അതായത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 2024 നടന്ന ബ്രിക് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? നമുക്ക് നോക്കാം. പ്രസ്താവനകൾ നോക്കാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. ശരിയാണ്. കസാൻ ചെയ്യുന്നത് ചൈനയിലാണ്. അത് തെറ്റാണ്. ബ്രിക്സിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അതും തെറ്റാണ്. ഇവിടെ നമ്മളോട് ശരിയല്ലേ ചോദിച്ചിരിക്കുന്നത്. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. അത് ശരിയാണ്. അപ്പൊ 1ഉം 4ഉം ശരി. അതായത് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അതും ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ISRO സ്ഥാപിച്ചത് 1998 അല്ലല്ലേ. ഇതിന്റെ ആസ്ഥാനം കൽക്കത്തയിലെ അന്തരീക്ഷ ഭവൻ ആണ്. അല്ല. ഇതിന്റെ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായി ആയിരുന്നു. അത് ശരിയാണ്. വിക്രം സാരാഭായി സ്പേസ് സെന്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. അത്
ശരിയാണ്. അപ്പം 3ഉം 4ഉം ശരി. അതായത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായിട്ട് ശരിയായ പ്രസ്താവനകളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത് അൽ അമീൻ പത്രം. ശരിയാണ്. 1924 ഒക്ടോബർ 12-നാണ് ആരംഭിച്ചത്. അതും ശരിയാണ്. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. അതും ശരിയാണ്. പത്രത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് താനൂരിലായിരുന്നു. അത് തെറ്റാണ്. നമുക്ക് 1ഉം 2ഉം 3ഉം മാത്രമാണ് ശരിയായ പ്രസ്താവനകൾ. അതായത് ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായ ജോഡിയാണ്. ഇവിടെ ഓപ്ഷൻസ് ഓരോന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലെ. നമുക്ക് നോക്കാം. എഴുത്തച്ഛൻ പുരസ്കാരം, അത് NS മാധവൻ. ശരിയാണ്. വയലാർ അവാർഡ് കിട്ടിയിരിക്കുന്നത്, ഇതിന്റെ വീഡിയോസ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കിയേക്കണേ, ചെക്ക് ചെയ്യണേ. വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ. ശരിയാണ്. കേരള ജ്യോതി പുരസ്കാരം MK സാനു. ശരിയാണ്. ഓടക്കുഴൽ അവാർഡ് D വിനയചന്ദ്രനല്ല. 4 മാത്രമാണ് തെറ്റായ ജോഡി. അതായത് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏത്? ശരിയായ കാലഗണനാക്രമം. ഇതിനകത്ത് കണ്ടോ, ഇതിനകത്ത് നമുക്ക് ഇത്രയും നാളും തന്നിരിക്കുന്നതിനകത്ത് ചെറിയ വ്യത്യാസത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. സാധാരണ നമുക്ക് കലാപം, വിളംബരം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന അതിർത്തി ഗാന്ധിയുടെ മരണം, മലബാർ കലാപം, ക്ഷേത്രപ്രവേശന വിളംബരം, ജവഹർലാൽ നെഹ്റുവിന്റെ മരണം. ഇവിടെ നമുക്ക് വരുന്നത് എങ്ങനെയാണ്? മലബാർ കലാപമാണ് ആദ്യം ഫസ്റ്റ് വരുന്നത്. സെക്കൻഡ് ക്ഷേത്രപ്രവേശന വിളംബരം. അത് കഴിഞ്ഞിട്ടാണ്, ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, ക്ഷേത്രപ്രവേശന വിളംബരം കഴിഞ്ഞിട്ടാണ് ജവഹർലാൽ നെഹ്റുവിന്റെ മരണം വരുന്നത്. അപ്പം ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും, ഇവിടെയും കിട്ടും. പിന്നെ നമുക്ക് ഡൗട്ട് വരുന്നത് 2, 3, 4, 2, 3, 4. പിന്നെ നമുക്ക് വരുന്ന അതിർത്തി ഗാന്ധിയുടെ മരണത്തിന്റെ കേസാണ്. സോ ഇവിടെ നമുക്ക് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ. ജവഹർലാൽ നെഹ്റുവിന്റെ മരണം കഴിഞ്ഞിട്ടാണ് അതിർത്തി ഗാന്ധിയുടെ മരണം വരുന്നത്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17-നാണ്. ശരി ഉത്തരം. KMRL ആണ് ഇതിന്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. ശരിയാണ്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. ശരിയാണ്. ഇന്ത്യയിലെ 18ാമത്തെ മെട്രോ റെയിൽവേ ആണിത്. അത് തെറ്റാണ്. 18ാമത്തെ അല്ല. നമുക്കറിയാം ഏതൊക്കെയാണ് മെട്രോ സിറ്റീസ് വരുന്നത്. അപ്പൊ ഇന്ത്യയിലെ 18ാമത്തെ മെട്രോ റെയിൽവേ അല്ല. സോ ഇവിടെ നമുക്ക് ശരിയായ പ്രസ്താവനകൾ 1ഉം 2ഉം 3ഉം. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കിബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? കിബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മണിപ്പൂർ ആണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം അഹമ്മദാബാദ് ആണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ, ജൂൺ ടു സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഏത്? ഖാരിഫ് ആണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഏതാണ് ഇവിടെ വരുന്നത്? യെസ്, ആരവല്ലിയാണ് ശരി ഉത്തരം. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഘാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനും ഘാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനും ഏതാണ്? യെസ്, ചുവപ്പ് മണ്ണ്, റെഡ് സോയിൽ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം, അതായത് ചെമ്പ് കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന
സംസ്ഥാനം മധ്യപ്രദേശ് ആണ്. ഓപ്ഷൻ ബി മധ്യപ്രദേശ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ് ഏതിന്റെയാണ്? കൽക്കരിയുടെയാണ് ചോദിച്ചിരിക്കുന്നത്. കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ് ആന്ത്രാസൈറ്റ്. അത് നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് പേപ്പറിനകത്തൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മേൽക്കൂര മഴവെള്ള ശേഖരണ നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ്. ഓപ്ഷൻ സി തമിഴ്നാടാണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് എന്തായിട്ടാണ്? മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് എന്തായിട്ടാ? യെസ്, മിൽപ്പ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? ചിപ്കോ പ്രസ്ഥാനം ഇതിൽ എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഇവിടെ എന്താണ്? ചിപ്കോ പ്രസ്ഥാനം അല്ലെ, എൻവയോൺമെന്റൽ ചിപ്കോ പ്രസ്ഥാനം ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള, അതായത് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, ചിപ്കോ പ്രസ്ഥാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് ഏത് വർഷം? 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് 1937 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഹെൽപ്പ് ആവുന്ന രീതിയിലാണ് വീഡിയോ നിങ്ങൾക്ക് തോന്നുമെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചിട്ടേക്ക് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി ഏതാണ്? ഇത് നമ്മൾ നോക്കിയിരുന്നല്ലേ, നമ്മളുടെ കഴിഞ്ഞ വീഡിയോസിലെല്ലാം ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി ഏത്? നമുക്ക് നോക്കാം. ഓക്കെ, ഇതിനകത്ത് ദൈവദർശകം, അതെ, ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ്. നവമഞ്ചരിയാണ്, ദർശനമാലയാണ്. ഏതാണ് അല്ലാത്തത്? വേദാധികാര നിരൂപണം, അതായത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആരുമായിട്ടാണ്? ഇവിടെ തന്നിരിക്കുന്ന സർദാർ വല്ലഭായ് പട്ടേൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദുമായിട്ടാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11 ബന്ധപ്പെട്ടിരിക്കുന്നത്. മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ. ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ്. ബാക്കി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അക്കിട്ടം അച്യുതൻ നമ്പൂതിരി, എം ടി വാസുദേവൻ നായർ, ONV കുറുപ്പ്, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഓപ്ഷൻ സി ആണ് ഇവിടെ ശരി ഉത്തരം. ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകളാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ പറയുന്നതിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ. വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ കഴിഞ്ഞ എക്സാമിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള ഈ വർഷം കഴിഞ്ഞ വർഷം നടന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഒന്ന് പഠിച്ചാൽ തന്നെ നമുക്ക് കുറച്ചധികം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതില് എന്താണ് വരുന്നത് നമുക്ക് നോക്കാം. രാധാകൃഷ്ണൻ കമ്മീഷൻ ശരിയാണ്, വിദ്യാഭ്യാസ നയം. രംഗനാഥ മിശ്ര കമ്മീഷൻ വരുന്നില്ല. കോത്താരി കമ്മീഷൻ വരുന്നുണ്ട്. മുഖർജി കമ്മീഷൻ വരുന്നില്ല. 1, 3 ശരി. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ, രാധാകൃഷ്ണൻ കമ്മീഷനും കോത്താരി കമ്മീഷനും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? ബംഗാളാണ് കേട്ടോ. ഓപ്ഷൻ ഡി ബംഗാളാണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് തെറ്റിക്കല്ലേ ആരും. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? യെസ്, രാജാറാം മോഹൻ റോയ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത് എവിടെയാണ്? യെസ്, റാൻകിപാർ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത് ഏത്? സ്പൃശ്യ കലാപമാണ് ഇവിടെ തെറ്റായി കൊടുത്തിരിക്കുന്നത്. 1810 ഇവിടെ കൊടുത്തിരിക്കുന്നത്. അല്ലല്ലോ, 1812 കുറിച്യ കലാപം. ഞാൻ പറഞ്ഞില്ലേ, 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. കുറിച്യ കലാപത്തിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കുറച്ചും കൂടി ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ തെറ്റിയ രണ്ടും തെറ്റും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് വേണം. മെയിൻലി നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആക്കുക. സിലബസ് കംപ്ലീറ്റ് ആക്കുക. പിന്നെ പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുക. അത് എപ്പോഴും PSC എക്സാംസിന് അത്യാവശ്യമാണ്. പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിനേക്കാൾ പഠിച്ച കാര്യങ്ങൾ തറവാക്കുക, രണ്ടാമതും മൂന്നാമതും ഒക്കെ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നേ, ആളിപ്പോ പോലീസിലാണ്. അപ്പം ആൾ ഇതേപോലെ ഇങ്ങനെ നമ്മള് ഒരു ഇത് കയറി ലിസ്റ്റിലുണ്ടോ എന്നുണ്ടെങ്കിലും 2-3 ലിസ്റ്റിലുണ്ടെങ്കിലും പിന്നെയും വീണ്ടും വീണ്ടും പഠിക്കുന്നു. ഓക്കെ, വീണ്ടും 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 റിവൈസ് ചെയ്യുന്നു. ആ ഒരു ഗൈഡ് തന്നെ അത് എത്ര തവണ റിവൈസ് ചെയ്യുന്നു അറിയാത്ത ഹാർഡ് വർക്ക് ഇൻ ദി സെൻസ് സ്മാർട്ട് വർക്ക് അത് അത്യാവശ്യമാണ്. എനിക്കറിയാം സമയമൊന്നും കാണില്ലായിരിക്കും, പക്ഷെ ഉള്ള സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ നല്ല വൃത്തിക്ക് നന്നായിട്ട് പഠിക്കുക. എന്തായാലും അറ്റൻഡ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മളൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ നോക്കുക. എല്ലായ്പ്പോഴും ആ ഒരു ഇത് മാത്രം പഠിച്ചു പോവുക എന്നുള്ളതല്ല. ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതായത് എപ്പോഴും നടക്കുന്ന ഓരോ ജനറൽ PSC എക്സാംസിന്റെ ഓരോ ക്വസ്റ്റ്യൻസും നമ്മളൊന്ന് നോക്കുക. നോക്കുമ്പോൾ തന്നെ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റിനെ എടുത്തിട്ട് ഇപ്പൊ നമ്മൾ നോക്കുക. അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങൾ തെറ്റായത്. അപ്പൊ നമ്മളോട് ഇവിടെ ആൻസറിനെ കുറിച്ച് കലാപം 1810 തെറ്റാണ് എന്നുള്ളത് പറഞ്ഞു. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് 4 കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. കുണ്ട്രവിളംബരം പഠിക്കുക, ആറ്റിങ്ങൽ കലാപം പഠിക്കുക, കുളച്ചിൽ യുദ്ധം പഠിക്കുക, കുറിച്യ കലാപം പഠിക്കുക. അങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഞാൻ വ്യതിചലിക്കുന്നില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 31ാമത്തെ ക്വസ്റ്റ്യൻ. മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് ഓക്കെ, ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെ കുറിച്ച് പരാമർശമില്ലായിരുന്നു. ശരിയാണ്. സർക്കാരിയ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത്. തെറ്റാണ്. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. ശരിയാണ്. അതായത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 1ഉം 3ഉം പ്രസ്താവനകളാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏതാണ്? അപ്പൊ നമുക്ക് ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. ശരിയാണ്. ദേശീയ ഗീതം ഹിന്ദി ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. തെറ്റാണ്. ഹിന്ദി ഭാഷയിൽ രചിക്കപ്പെട്ടിട്ടില്ല. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത്. അതും ശരിയാണ്. സോ 1ഉം 3ഉം ശരി. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. ശരിയാണ്. പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. ശരിയാണ്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആയിരുന്നു. ശരിയാണ്. ജസ്റ്റിസ് രംഗനാഥ മിശ്ര. 1993 ഡിസംബർ 10 ആദ്യ കമ്മീഷൻ നിലവിൽ വന്നു. തെറ്റാണത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചെയർമാന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അതും ശരിയാണ്. 1ഉം 2ഉം 3ഉം ശരി. അപ്പൊ നമുക്കിവിടെ ഏതാണ് വരുന്നത്?
സോറി 3 തെറ്റാണ്, 4 ശരി. 1, 2, 4 ശരി. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെ? 2024 കേരള പ്രഭ പുരസ്കാരം, നമ്മൾ ഒരു പുരസ്കാരത്തിന്റെ വീഡിയോസ് ചെയ്തിരുന്നു, നോക്കണേ. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ വരുന്നത് എസ് സോമനാഥ് ആൻഡ് ഭുവനേശ്വരിയാണ് ശരി ഉത്തരം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തതേത്? കുറച്ച് കൺഫ്യൂസിംഗ് അല്ലേ ക്വസ്റ്റ്യൻ. അപ്പം ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തതേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 തന്നിട്ടുണ്ട്, ഇതിനകത്ത് 1, 2 പെടാത്തതുണ്ട്, അത് നമുക്ക് നോക്കാം. യെസ്, ഇവിടെ ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രതിഫലനമുള്ള അവകാശം, മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഗവൺമെന്റ് ഉടമസ്ഥയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു. ശരി. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുള്ള അവകാശം എവിടെ കൊടുത്തിട്ടില്ല? 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് 4 അവിടെ ഉൾപ്പെടാത്തത്. അതായത് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2000 കണ്ടില്ലേ ബ്രിക്സ് വീണ്ടും വന്നു. 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെ? നമ്മള് പഠിച്ചതല്ലേ കഴിഞ്ഞ ദിവസത്തെ ഇതിലും കൂടി ഉണ്ടായിരുന്നു. യെസ്, 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെ? ഓപ്ഷൻ എ റഷ്യയാണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുർഷ്യ ലഹളയുമായി വീണ്ടും കുർഷ്യ ലഹള വന്നു. കുർഷ്യ ലഹളയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ശരിയായ പ്രസ്താവനകൾ ഏത്? ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 1812 കുർഷ്യ ലഹള ഉണ്ടായത് ശരിയാണ്. വയനാട് ജില്ലയിലെ കുർഷ്യ കുംഭാര വിഭാഗത്തിൽപ്പെട്ടവരാണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. തെറ്റാണിത്. പ്രധാന നേതാവ് രാമനബി ആയിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹള ശരിയാണ്. അപ്പൊ ഇവിടെ 1, 3, 4 ആണ് ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ സി ആണ് ഇവിടെ നമുക്ക് ശരിയായ ഉത്തരം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏത്? കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക കേരളീയ സുഗുണ ബോധിനിയാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ശരിയായവ ഏത്? വീണ്ടും ഒരിക്കൽ കൂടി പറഞ്ഞോട്ടെ, വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് ഇടാൻ നേരത്തെ കിട്ടുള്ളൂ. അപ്പൊ വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ജനറൽ PSC വരുന്നുണ്ട്, അതേപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ്, മാത്സ്, അതിന്റെ എല്ലാം ക്ലാസ്സസും വരുന്നുണ്ട്. പിന്നെ ടെക്നിക്കലും വരുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം പ്ലേലിസ്റ്റിൽ പോയി നിങ്ങൾക്ക് ഡൗട്ട് അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ പോവാ. പ്ലേലിസ്റ്റിൽ നിന്ന് GK ആണെങ്കിൽ GK, മാത്സ് ആണെങ്കിൽ മാത്സ്, റീസണിങ് അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ അങ്ങനെ എടുത്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ അത് സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് അത് സബ്സ്ക്രൈബ് ചെയ്ത് പ്ലേലിസ്റ്റിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. പിന്നെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ശരിയായവ ഏത്? നമുക്ക് ശരിയായ പ്രസ്താവനകളാണ് വേണ്ടത്. നമുക്ക് ചെക്ക് ചെയ്യാം. വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. ശരിയാണ് കേട്ടോ. മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. അതും ശരിയാണ്. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. അതും ശരിയാണ്. അതായത് 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. 2024 ഉപതെരഞ്ഞെടുപ്പ് നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ പാലക്കാട്, ചേലക്കരയാണ് നമ്മളുടെ പ്രൊഫഷണൽ കീക്കകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ PSC പ്രൊഫഷണലിനകത്ത് ഓപ്ഷൻ ഡി ആണ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ നമുക്കറിയാലോ. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര? കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം നമുക്ക് വരുന്നത് ഏതാണ്? യെസ്, ഓപ്ഷൻ എ 41. 41 നമുക്ക് പടിഞ്ഞാറോട്ടും 3 നമുക്ക് കിഴക്കോട്ടും ഒഴുകുന്നു.
പടിഞ്ഞാറോട്ട് 41, കിഴക്കോട്ട് 3 നദികളാണ് ഒഴുകുന്നത്. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. ഇതെന്തായാലും തന്നിരിക്കുന്ന പ്രൊഫഷണൽ ആൻസറിൽ തന്നിരിക്കുന്ന ഡി ആണ്. ഇത് നമുക്കറിയാലേ, വയനാട്, ചേലക്കര, പാലക്കാട്. ഓക്കെ, അപ്പൊ അതെന്തായാലും ക്യാൻസൽ ആയി പോവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ക്യാൻസൽ ആയി പോകാനുള്ള ചാൻസോ അല്ലെങ്കിൽ ആക്ച്വൽ കീ വരാൻ നേരത്തെ ചേഞ്ച് ആവാനുള്ള ചാൻസോ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏത്? രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏത്? യെസ്, വയനാട് അല്ലെ. തമിഴ്നാടും കർണാടകവുമായിട്ട് വയനാട് ഏക ജില്ല രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുതി പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഏതാണ്? പള്ളിവാസൽ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്? യെസ്, ലാറ്ററൈറ്റ് മണ്ണാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം. നമ്മൾ വീഡിയോ അല്ലെ, ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയും റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം, ഒരു 150 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിരുന്നു അല്ലെ. അപ്പൊ അതിനകത്ത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഉത്തരം വരുന്നത് എന്താണ്? റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം പറമ്പിക്കുളം. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര്? ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര്? യെസ്, നമുക്ക് നോക്കാം. ആരാണ്? യെസ്, വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ എത്ര? കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ എത്ര? 20. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആര്? കേരള സംസ്ഥാന വിഭവ വകുപ്പ് മന്ത്രി ആര്? യെസ്, ആരാണ്? റോഷി അഗസ്റ്റിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? എത്രയാ? 5. ഓക്കെ, ഓപ്ഷൻ എ 5 ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാര്? കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ആരാണ്? യെസ്, ശ്രീനാരായണ ഗുരു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം? ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം? യെസ്, ഏതാണ്? 1861. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഏത്? തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത്? യെസ്, കീഴരിയൂർ ബോംബ് കേസാണ് ബന്ധമില്ലാത്തത്. കീഴരിയൂർ. ഓക്കെ, നോർത്തേൺ കേരളയിലാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു? ഓക്കെ അല്ലെ, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു? ആരാണ്? യെസ്, ടി കെ മാധവൻ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1817 ഗൗരി പാർവതിഭായ് പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? 1817 ഗൗരി പാർവതിഭായ് പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? എന്താണ്? യെസ്, പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. പ്രൈമറി വിദ്യാഭ്യാസം എല്ലാവർക്കും സൗജന്യമാക്കി. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയതാരം? യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര്? ആരാണ്? യെസ്, വി ഡി ഭട്ടതിരിപ്പാട്. ഓക്കെ, വി ഡി ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നത് നേതൃത്വം നൽകിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയമേതും? അല്ലേ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ മാറുന്നത്. നമ്മളോട് പണ്ടൊക്കെ ചോദിച്ചിരിക്കുന്നത് മലബാർ രാഷ്ട്രീയ സമ്മേളനം അല്ലെങ്കിൽ ഏത് വർഷം എവിടെ നടന്നു എന്നൊക്കെ ഉള്ളതാണ്. അപ്പം ഉൾപ്പെടാത്ത വിഷയമാണ് ഇപ്പോൾ അല്ലെ, അതും കൂടി ചേർത്തിട്ട് വേണം ഇപ്പൊ പഠിക്കാനായിട്ട്. ഒരു സമ്മേളനം നടന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെയാണ് അവരുടെ മിനിറ്റ്സ് വന്നിരിക്കുന്നത്, അവരുടെ വിഷയങ്ങൾ. ഓക്കെ. അപ്പൊ 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയമേത്? ഏതാണ്? യെസ്, ജനസംഖ്യാനുപാത സംവരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? ആരുടെയാണ്? അർണോസ് പാദ്രി. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആര്? കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? യെസ്, ഓപ്ഷൻ സി വേലുത്തമ്പി ദളവയാണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏത്? 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏത്? ഏതാണ്? ആലപ്പുഴ. ക്വസ്റ്റ്യൻ വന്നപ്പം ഒരു ഡൗട്ട് തോന്നും അല്ലെ, ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏതെന്ന് ചോദിക്കുമ്പോൾ ആലപ്പുഴ കൊടുക്കാം. പക്ഷെ ജെയിംസ് ഡാറ 1800 അത് കുഴപ്പമില്ല. ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ആലപ്പുഴ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ആരാണ്? യെസ്, വാൾട്ടർ ജി റോസൻ ആണ് ആദ്യമായിട്ട് ആ പദം ഉപയോഗിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏത്? അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും രക്തം കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏത്? ഏതാണ്? പ്ലാസന്റ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏത്? കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏത്? സ്ക്ലീറൻ കൈമയാണ് ശരി ഉത്തരം. സ്ക്ലീറൻ കൈമ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചെറുകുടലിനകത്ത് പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം. ചെറുകുടലിനകത്ത് പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? യെസ്, വില്ലസുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏതാണ്? യെസ്, വൃക്ക ധമനിയാണ് ശരി ഉത്തരം. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ, ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. യെസ്, കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന രോഗമാണ് സിറോഫ്താൽമിയ. അല്ല. വിറ്റാമിൻ ബിയുടെ കുറവ് നിശാന്തതയ്ക്ക് കാരണമാകുന്നു. തെറ്റ്. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലൂക്കോമ. ശരിയാണ്. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. അപ്പം 3ഉം 4ഉം ശരി. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. മൊനീറ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭീമാകാരത്വം ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? ഭീമാകാരത്വം ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? ഏതാണ്? യെസ്, സൊമാറ്റോട്രോപ്പിൻ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോശ ശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കോശ ശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ, ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. കോശശ്വസനത്തിന്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വെച്ചും രണ്ടാം ഘട്ടം റൈബോസോമിൽ വെച്ച് നടക്കുന്നു. തെറ്റ്. ആദ്യഘട്ടമായ ഗ്ലൈക്കോളിസിന് ഓക്സിജൻ ആവശ്യമാണ്. തെറ്റ്. ഗ്ലൈക്കോളിസിന്റെ ഫലമായി 28 ATP തന്മാത്രകൾ ഉണ്ടാകുന്നു. കുറച്ചും കൂടി ഇൻഡെപ്ത് പോയിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ.
ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ പോയിട്ടുള്ളൂ. ബാക്കിയൊക്കെ സിമ്പിളായിട്ട് എന്തായാലും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡായി മാറുന്നു. ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് പെറോവിക് ആസിഡായി മാറുന്നു. ശരി, 4 മാത്രമാണ് ഇവിടെ ശരി. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കണ്ട് ഞെട്ടൊന്നും വേണ്ട കേട്ടോ, പ്രിലിമിനറി ആണ്. മീൻസ് നമുക്ക് തെറ്റുന്ന മീൻസ് അയ്യോ എനിക്ക് ഒരുപാട് തെറ്റിയല്ലോ, എന്റെ കുറെ നെഗറ്റീവ് ആയല്ലോ, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. നിങ്ങൾ ശരിയാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അതിനെ ഓർത്ത് നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? വിട്രിയസ് ദ്രവം, വിട്രിയസ് എവിടെയാണ് കാണുന്നത്? യെസ്, കണ്ണിനകത്ത് അല്ലെ. ഓപ്ഷൻ ബി കണ്ണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്താണ്? യെസ്, യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് ആണ് പരിവർത്തിക്കപ്പെടുന്നത്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏത്? ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏതാണ്? യെസ്, സമ്പുഷ്ട യുറേനിയമാണ് ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം, വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജത്തിന്റെ അവസ്ഥ എന്താവും? യെസ്, 4 മടങ്ങാവും. ഓക്കെ, 4 മടങ്ങാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നവയിൽ വേഗമാണ് കൂട്ടത്തിൽ പെടാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അന്തരീക്ഷമർദ്ദം ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. 74 ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. റീസെന്റ് ആയിട്ട് ചോദിച്ച കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം, യെസ്, ഓപ്ഷൻ ബി ബാരോമീറ്റർ ആണ് ശരിയുത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു, ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത്? ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു, ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെട്ട ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത്? ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു, ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചു, ശരിയാണ്. ഇലക്ട്രോണിനെ കണ്ടെത്തി ജെ തോംസൺ, ശരിയാണ്. ഡിസ്ചാർജ് 2 പരീക്ഷണങ്ങൾ നടത്തി, ശരിയാണ്. ന്യൂട്രോണിനെ കണ്ടെത്തിയിട്ടില്ല. അപ്പം ഓപ്ഷൻ ഡി ആണ് ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ. അപ്പം ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ 76ാമത്തെ ക്വസ്റ്റ്യനിലെ ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റബ്ബറിന്റെ മോണോമർ ഏതാണ്? റബ്ബറിന്റെ മോണോമർ, ഓക്കെ, റബ്ബറിന്റെ മോണോമർ ഐസോപ്രീൻ ആണ്. ഐസോപ്രീൻ, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് ആര്? റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് ആര്? യെസ്, ഹെൻറി ബെക്വാറൽ ആണ് റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിന്റെ അയിരിനാണ്? ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിന്റെ അയിരിനാണ്? യെസ്, അലൂമിനിയത്തിന് വേണ്ടിയിട്ടാണ് ലീച്ചിങ് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, അലൂമിനിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോ ബാറുകൾ. ഓക്കെ, ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോ ബാറുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, നമ്മളുടെ ഫേവറേറ്റ് മാത്സ് ആൻഡ് റീസണിങ് വന്നല്ലേ. നമുക്ക് നോക്കാം. സമചതുരാകൃതിയായ ഒരു തുണിയുടെ നീളം 1 മീറ്റർ ആണ്. ഓക്കെ അല്ലേ? 1 മീറ്റർ. ആ തുണിക്ക് 100 രൂപ വിലയുണ്ട് എങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമചതുരാകൃതിയായ, അതായത് ഇത്രയേ ഉള്ളൂ കേട്ടോ, അതായത് ഇതെന്ത് വന്നു? 1/4 പോർഷനേ ഉള്ളൂ. അത് മനസ്സിലാക്കണേ. ഇതിന്റെ പകുതി അല്ലെങ്കിൽ ഒരു ഏരിയയുടെ പകുതി എന്ന് പറയുമ്പോൾ അതിന്റെ 1/4 മടങ്ങായിട്ട് മാറും. അപ്പൊ ഇതിന്റെ പകുതി നീളവും പകുതി വീതിയും ഉള്ള ഒരു സമചതുരാകൃതിയായ പുതിയ തുണിയുടെ വില എത്രയാകും? അപ്പൊ ഇത് ടോട്ടലിനാണ് 100. 100ൽ ഇത് എത്ര ഇതായിട്ട് മാറി? 4/1 അപ്പൊ എത്രയാവും? 100/4 ചെയ്താൽ മതി. അപ്പൊ എന്താണ്? 25 രൂപ ആണ് പുതിയ തുണിയുടെ വില. ഓക്കെ, ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് രണ്ട് ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാലാണ് എന്ന ഈ ഒരു 5+3 × 8 - 12 ÷ 4 = 3 എന്ന സമവാക്യം ശരിയാക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് മാറ്റിയിട്ട് നോക്കാം. പക്ഷെ ഇത് മാറ്റിയിടുന്നതിനോടൊപ്പം തന്നെ അപ്പൊ പ്ലസും മൈനസും ഇവിടെ മാറ്റിയിടാൻ നേരത്തെ പ്ലസും മൈനസും ഇതപ്പോ ഒന്ന് ചെയ്ത് നോക്കിയാലും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന്. പക്ഷെ ഇവിടെ എന്ത് നമ്മൾ യൂസ് ചെയ്യണം? ബോഡ് മാസ് യൂസ് ചെയ്യണം. അപ്പൊ ഈ ബോഡ് മാസിനകത്ത് ഈ ഒരു DMAS എന്താണ്? ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ അതെന്തായാലും ചെയ്യണം. അപ്പം അതിനകത്ത് ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ എന്ത് വരില്ല? ശരിയാവില്ല. അതൊന്ന് ശരിക്ക് ചെക്ക് ചെയ്യണേ. അത് ശരിയാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് ഇട്ട് നോക്കുക. ഇട്ട് നോക്കിയിട്ട് ബോർഡ് മാസും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ആദ്യം ഡിവിഷൻ ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, പിന്നെ അഡീഷൻ, പിന്നെ സബ്സ്ട്രാക്ഷൻ. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ, ശരി ഉത്തരം ഈ രണ്ടാമത്തെ ബി ആണ് ശരി ഉത്തരം കിട്ടുന്നത്. ഇങ്ങനെ വരുന്നതിനൊക്കെ ഏകദേശം ഒന്നുകിൽ അത് കറക്കിക്കൂത്തല്ലേ, പക്ഷെ ഒരുപാട് നേരം സമയം കളയാനില്ലല്ലോ. അപ്പം എയോ ബിയോ സിയോ ഒക്കെ തന്നെ ആയിരിക്കും പലപ്പോഴും വന്ന് കണ്ടിട്ടുള്ളത് ഇതുവരെ. എങ്കിലും നിങ്ങളത് അങ്ങനെ ഡൗട്ട് അടിച്ച് എന്താണ് കറക്കി കുത്തണ്ട, ചെയ്ത് നോക്കുക. ഓക്കെ, ചെയ്ത് നോക്കാൻ നേരത്തെ ഇപ്പൊ നോക്കിയേ മൈനസും പ്ലസും. അപ്പൊ മൈനസും പ്ലസും ഇവിടെ നമുക്കൊന്ന് ജസ്റ്റ് മാറിയിട്ട് നോക്കാം. സോറി, ഡിവിഷനും മൈനസും ഹരണമാണല്ലേ മാറിയത്. അപ്പം 5+3 ഇവിടെ കിടന്നു, × 8 ഇവിടെ കിടന്നു, ഇവിടെ ÷ 12 വരും, ഇവിടെ എന്ത് വരും? -4 വരും. നമ്മൾ ആദ്യം ഇതൊന്ന് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് വരും? 5+3 × 8/12 ഇങ്ങനെ ഞാൻ എഴുതി. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ ഈ 4 വരുന്നത്. അപ്പൊ ഈ ഒരു പോർഷൻ ആദ്യം ചെയ്യണം. പോർഷൻ ചെയ്യുമ്പോൾ 3 12 4 തവണ അല്ലെ? 3 × 4 അല്ലേ 12. 4 8-ന് 2 തവണ. അപ്പൊ നമുക്ക് എന്ത് വന്നു? 5+2 - 4. 5+2 7. 7 - 4 എത്രയാണ്? 3 കിട്ടി. ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ട് സംഖ്യകളുടെ ലസാഗു 60, ഉസാഗ 3. ഈ രണ്ട് സംഖ്യകളിൽ ഒരു സംഖ്യ 12 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏത്? നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലെ? അപ്പം ലസാഗു × HCF, ഉസാഗ = രണ്ട് സംഖ്യ ഉണ്ടെങ്കിൽ ആ സംഖ്യയും മൾട്ടിപ്ലൈ ചെയ്യുന്ന x1 x2 എന്ന് പറയുന്ന രണ്ട് സംഖ്യ ഞാൻ എടുക്കുവാണ്. അപ്പൊ അത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് LCM × HCF, ലസാഗ × ഉസാഗ ചെയ്യുന്നതിനോട് തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ വരാൻ നേരത്ത് 60 × 30-നോട് 12 × നമുക്കറിയാത്ത രണ്ടാമത്തെ സംഖ്യ അതെത്രയാണെന്ന് നമുക്കറിയില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഇൻറ്റു ചെയ്ത് കിടക്കുന്നത്, ഗുണിച്ച് കിടക്കുന്നത് നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? 60 × 30 ÷ 12 വരും. നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് 12 60, ഇവിടെ 6-ലെ നോക്കാം 2, ഇവിടെ വരാൻ നേരത്ത് 10, ഇവിടെ വരാൻ നേരത്ത് 2 15. അപ്പൊ എത്ര വരും? എത്ര വരും ആൻസർ? യെസ്, 15 ആണ് ശരി ഉത്തരം വരുന്നത്. 60 × 3 അല്ലേ? ഓക്കെ, 60 × 3 വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ വരാൻ നേരത്തെ ഇങ്ങനെ 5 കട്ട് ചെയ്ത് പോവാം. ഒന്നുകൂടെ പറയാം. 60 × 3, ഞാൻ 30 എന്നാണ് എടുത്തത്. 60 × 3 ÷ 12 വരും ഇവിടെ. അപ്പൊ നമുക്ക് 12. ഓക്കെ, അപ്പൊ നമുക്കിവിടെ 6 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ 2 വരും, ഇവിടെ 10 വരും. 2-നെ എഗെയിൻ 10 കൊണ്ട് 5 × 2. അപ്പം 5 × 3 നമുക്ക് എന്ത് കിട്ടും? 15. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, √15² + 12². ഇത് ചെയ്യാൻ നിൽക്കരുത്. ഇതിന് പകരം ഇവിടെ തന്നിരിക്കുന്നത് നോക്കിയേ, ഒന്നെങ്കിൽ ചെയ്യാൻ നിന്നോ, സമയം പക്ഷെ ഒരുപാട് പോവും. സമയം ഉള്ളവർ ചെയ്തോളൂ. പക്ഷെ ഒരു tip ഞാൻ പറഞ്ഞു തരാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 15² + 12² -2 15 12. ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? യെസ്, A² + B² -2AB. ഓക്കെ ആണോ? അങ്ങനെയാണോന്നുണ്ടെങ്കിൽ നമുക്കിവിടെ A - B² അല്ലേ?
ആ ഒരു എക്സ്പാൻഷൻ വരുന്നത്? റൂട്ട് ഓഫ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. റൂട്ട് ഓഫ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ ആൻസർ എ മൈനസ് ബി തന്നെ കിട്ടും. ഇവിടെ എ ആരാണ്? 15, ബി ആരാണ്? 12. അപ്പൊ 15 മൈനസ് 12, 15 മൈനസ് 12 എത്ര കിട്ടുന്നുണ്ട്? യെസ്, 3. അപ്പൊ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയണേ. ഞാനിത് ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ മാത്സിന്റെയും റീസണിങ്ങിന്റെയും വീഡിയോസ് ഇടാം. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു മിശ്രിതത്തിന്റെ 4 ഭാഗം വെള്ളവും 5 ഭാഗം പാലുമാണ്. ഇതിൽ വെള്ളത്തിന്റെ അളവ് 80 മില്ലി ആയാൽ പാലിന്റെ അളവ് എത്ര? അപ്പം നമുക്ക് 4 ഭാഗം 4x എടുക്കാം അല്ലെ. ഇത് വെള്ളമാണ്, 5x പാലാണ്. ഓക്കെ അല്ലെ? അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വെള്ളത്തിന്റെ അളവ് തന്നിട്ടുണ്ട് അല്ലെ. വെള്ളത്തിന്റെ അളവ് എന്ന് പറയുമ്പോൾ 4x ഈക്വൽ ടു 80 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? അപ്പം നമുക്ക് എക്സ് ഈക്വൽ ടു 80/4 വരും. നമുക്ക് നോക്കുമ്പോൾ എത്ര വരും? എക്സ് ഈക്വൽ ടു 20. എന്താ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? എക്സ് നമുക്ക് എന്ത് കിട്ടും? 20 എന്ന് കിട്ടും, 20. പാലിന്റെ അളവാണ് ചോദിക്കുന്നത്. പാലിന്റെ എത്രയാണ്? 5 ഭാഗം പാലുമാണ്. അപ്പം 5 ഇൻറ്റു എക്സ് ചെയ്താൽ മതി. 5 ഇൻറ്റു 20 ചെയ്യുമ്പോൾ എത്ര വരും? യെസ്, 100 മില്ലി ലിറ്റർ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, 32 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 10 മൈനസ് 2ൽ നിന്ന് 20 കുറച്ചാൽ എത്ര? അപ്പൊ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? ഇവിടെ ബോഡ് മാസ് റൂൾ യൂസ് ചെയ്യുക. അപ്പൊ ബ്രാക്കറ്റ് ബോഡ് മാസിനകത്ത് ബ്രാക്കറ്റ് എന്താണ്? ഫസ്റ്റ് ബ്രാക്കറ്റിനകത്തുള്ളത് ചെയ്യുമ്പോൾ നമുക്ക് എത്രയൊക്കെ വരുന്നുണ്ട്? യെസ്, 320 ഡിവൈഡഡ് ബൈ 10ന്ന് 2 മൈനസ് ചെയ്യുമ്പം എത്ര കിട്ടും? 8. ആദ്യം ഇത് ചെയ്യുക, അതായത് 320/8 ചെയ്യുക. അപ്പൊ 8 ചെയ്യാൻ നേരത്ത് നമുക്ക് എന്ത് കിട്ടും? യെസ്, 2 കൊണ്ട് ചെയ്ത് നോക്കാം. 1, 6, ഓക്കെ, 4 കൊണ്ടിട്ട് 40 കിട്ടും. ഓക്കെ അല്ലേ? ഈ 40ൽ നിന്ന് അപ്പൊ ഇതിന്റെ ഒരു ആൻസർ എത്ര കിട്ടി? ഇതിന്റെ ടോട്ടൽ ആൻസർ 40 കിട്ടും. 40ൽ നിന്ന് 20 കുറച്ചാൽ ആൻസർ എത്ര തന്നെ കിട്ടും? യെസ്, 40 മൈനസ് 20 നമുക്ക് ആൻസർ വരുന്നത് 20. ഓക്കെ ആണോ? ബോഡ് മാസ് എന്തായാലും ബോഡ് മാസിനകത്ത് ബ്രാക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഫസ്റ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 6.4 സ്ക്വയർ മൈനസ് 3.6 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2.8. ഇതും ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? യെസ്, ഇതും ചെയ്യുമ്പം ആദ്യം തന്നെ 6.4ന്റെ അല്ലെങ്കിൽ 64ന്റെ സ്ക്വയർ അങ്ങനെ നോക്കണ്ട. ഇവിടെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവിടെ നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാൻ പറ്റും. അതായത് ഈ 6.4 സ്ക്വയർ മൈനസ് 3.6 സ്ക്വയർ ഇല്ലേ, അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 6.4 പ്ലസ് 3.6 ഇൻറ്റു 6.4 മൈനസ് 3.6 ഹോൾ ഡിവൈഡഡ് ബൈ 2.8 എന്ന് എഴുതാൻ പറ്റും. മനസ്സിലായല്ലോ? ഈ മുകളിൽ തന്നിരിക്കുന്ന ന്യൂമറേറ്ററിൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റും? യെസ്, ഈ ഒരു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, അല്ലെങ്കിൽ 6.4 പ്ലസ് 3.6 ഇൻറ്റു 6.4 മൈനസ് 3.6 എന്ന് എഴുതാൻ പറ്റും. എഴുതുമ്പോ നമുക്ക് എത്രയാ വരുന്നത്? യെസ്, 6.4 പ്ലസ് 3.6 എന്ന് പറയുന്നത് 10 വരും. ഇൻറ്റു 6.4 മൈനസ് 3.6 എന്ന് പറയുന്നത് നമുക്ക് 2.8 വരും. ഡിവൈഡഡ് ബൈ 2.8. അപ്പൊ ന്യൂമറേറ്ററിൽ ഇൻറ്റു ചെയ്തല്ലേ കിടക്കണേ, നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാലൻസ് എത്രയാണ് വരുന്നത്? 10 ശരി ഉത്തരം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 16.3 സെന്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണം. അപ്പം 3 സൈഡും ആര് തന്നെയാണ്? 16.3 തന്നെയാണ്. ഇനി അടുത്തത് 12.1 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിന്റെയും. അപ്പൊ സമചതുരം, ഈ സമചതുരത്തിന്റെയും 4 സൈഡും 12.1 തന്നെയാണ് വരുന്നത്.
ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? ഓക്കെ അല്ലേ? പെരിമീറ്റർ ആണ്. ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? അപ്പൊ ആദ്യം ചുറ്റളവുകൾ കണ്ടെത്തണം. ത്രികോണത്തിന്റെ എന്ത് വരും? സമഭുജ ത്രികോണത്തിന്റെ 16.3 ഇൻറ്റു 3 വരും അല്ലെ? അപ്പം അത് എത്ര വരുന്നു എന്ന് നോക്കുക. അതേപോലെ തന്നെ നമുക്ക് സമചതുരത്തിന്റെ എത്ര വരും? 12.1 ഇൻറ്റു 4 വരും. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ വരാൻ നേരത്ത് 9.63 18 48.9 വരും. ഇവിടെ സമചതുരത്തിന്റെ എത്ര വരും? 4 2 4 8 48.4 വരും. അപ്പൊ 48.9ഉം 48.4ഉം തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. അല്പം 48.9 മൈനസ് 48.4 ചെയ്യുമ്പം ഇവിടെ നമുക്ക് 0.5 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്റെ കയ്യിൽ 60 10 രൂപ നോട്ടുകളുണ്ട്. ആ നോട്ടുകളിലെ നമ്പർ ക്രമമായിട്ടാണ്. ആദ്യത്തെ നോട്ടിന്റെ നമ്പർ 75 75 ആണെങ്കിൽ അവസാന നോട്ടിന്റെ നമ്പർ എന്തായിരിക്കും? അപ്പൊ 60 10 രൂപ നോട്ടിനകത്ത് ഒരെണ്ണം ആരാണ്? ഈ 75 75 ആണ്. ഓക്കെ അല്ലേ? ആദ്യത്തെ നോട്ടാണ്, അതായത് 60-നകത്തെ ആദ്യത്തെ നോട്ടിന്റെ നമ്പർ 75 75 ആണ്. ബാലൻസ് എത്ര ഉണ്ടാവും? 59. ആ 59 ഇവിടെ കൂട്ടിയാൽ മതി. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ 9 പ്ലസ് 5 നമുക്ക് എത്ര വരും? 4. അപ്പൊ നമുക്കിവിടെ 4 ഫൈനലി വരുന്നത് ഡി തന്നെയാണ് അല്ലെ? അല്ലെങ്കിൽ ഇത് ഫുൾ ആയിട്ട് ഒന്ന് കൂട്ടി നോക്കുക. അപ്പം 9 5 14 1 സിസ്റ്റം വരും. ബാക്കി എത്ര ഉണ്ട്? 7ഉം 7 5 12 1 13 വരും. സിസ്റ്റം 1 5 1 6 7634. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അത് ശ്രദ്ധിക്കണേ. ആദ്യത്തെ നോട്ട് ടോട്ടൽ 60 10 രൂപ നോട്ട്, അതിൽ ആദ്യത്തെ നോട്ടാണ് നമ്പർ ആണ് 75 75. ബാക്കി അത്ര എണ്ണം ഉണ്ടാവും? 59. അപ്പൊ അവസാന നോട്ടിന്റെ നമ്പർ ഈ 59 കൂട്ടി നോക്കിയാൽ കിട്ടും. 59 കൂട്ടി നോക്കാവൂ. പലരും ആ 60 കൂട്ടി നോക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിട്ടുപോയ പദസംഖ്യ ഏതാണ്? വിട്ടുപോയ പദസംഖ്യ ഏതാണ്? അപ്പൊ ഇവിടെ 1 5 11 19 29 തന്നിരിക്കുന്നതിനകത്ത് ഇത് നമ്മളുടെ ഡിഫറൻസ് നോക്കി നോക്കാം. 1 + 4 ആണ് 5. 5 + 6 വരുമ്പോഴാണ് 11. 11 + 8 വരുമ്പോഴാണ് 19 വരുന്നത്. +10 വരുമ്പോഴാണ് 29. അപ്പൊ ഇവിടെ നിന്ന് നോക്കിക്കേ. +4 +6 +8 +10 അടുത്ത എന്തായിരിക്കും? +12 കൂട്ടി നോക്കാം. അപ്പം 29 + 12 കൂട്ടി നോക്കാം. നേരത്തെ നമുക്ക് എന്ത് കിട്ടും? 9 2 11. അപ്പൊ 1 സിസ്റ്റം 2ഉം 1ഉം 3ഉം 1 4 41 വരും. അപ്പൊ 41 ആണോ വിട്ടുപോയത് എന്നുള്ളത് അടുത്തത് ആഡ് ചെയ്യണം. അടുത്ത 14 അല്ലേ ആഡ് ചെയ്യണ്ടേ? അപ്പൊ 41ന്ന് 14 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 55. അടുത്തത് 55 അല്ലേ? അപ്പൊ അത് ശരിയാണ്. ഓക്കെ. അപ്പൊ ക്രോസ് ചെക്ക് ചെയ്ത് വേണമെങ്കിൽ നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു പ്രത്യേക ഭാഷയിൽ ഫയൽ എന്നത് UROV എന്ന് എഴുതിയിരിക്കുന്നു. FILE നമുക്ക് എന്താണ് എഴുതിയിരിക്കുന്നത്? UROV. എങ്കിൽ ആ ഭാഷയിൽ SOUR എന്നുള്ളത് ഞാനിവിടെ ജസ്റ്റ് ABCDEFGHIKLMNOPQRSTUVWXYZ. ഞാൻ സാധാരണ നേരെ എഴുതാറുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. ജസ്റ്റ് അല്ലെങ്കിൽ ABCD എഴുതിയിട്ട് 1 2 3 ജസ്റ്റ് നമ്പർ നോക്കുക. അപ്പം ഫ്രണ്ടിൽ നിന്ന് എഫ് വരുന്ന അതേ സെയിം നമ്പറിലാണ് ബാക്ക് ചെയ്ത് യുവും വരുന്നത്. അല്ലെങ്കിൽ ഇതിൽ നോക്കിക്കേ, FU കണ്ടോ? അതേപോലെ തന്നെ ഐയും ആറും, അതേപോലെ തന്നെ എല്ലും ഓയും ഇവിടെ വന്നു. പിന്നെന്താ? ഇയും വിയും സെയിം ആണ് വരുന്നത്. അപ്പൊ നമുക്കിനി എന്താ വേണ്ടത്? SOUR. അപ്പം എസിന്റെ കൂട്ടത്തിൽ ആരാ വന്നിരിക്കുന്നത്? എച്ച് വരുന്നുണ്ട്. ഓക്കെ അല്ലേ? എച്ച്. പിന്നെ ഒയുടെ കൂട്ടത്തിൽ ആരാ വന്നിരിക്കുന്നത്? എല്. യുടെ കൂട്ടത്തിൽ ആരാ വന്നിരിക്കുന്നത്? എഫ്. ആറിന്റെ കൂട്ടത്തിൽ ആരാ വന്നിരിക്കുന്നത്? ഐ. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ഒന്നെങ്കിൽ ഇതിനകത്തുനിന്ന് തന്നെ ആരുടെയൊക്കെ നോക്കാം? ഐയുടെ നോക്കാം, അതേപോലെ തന്നെ ആറിന്റെ നോക്കാം, യുവിന്റെ നോക്കാം. അങ്ങനെ നോക്കിയിട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്.
പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നതിനകത്ത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കുടുംബത്തിൽ അജയനും അയാളുടെ ഭാര്യയും 4 ആൺമക്കളും അവരുടെ ഭാര്യമാരും ഉണ്ട്. ഓരോ ആൺമക്കൾക്കും 3 വീതം ആൺകുട്ടികളും 2 വീതം പെൺകുട്ടികളും ഉണ്ട്. എങ്കിൽ ആ കുടുംബത്തിൽ എത്ര ആണുങ്ങളുണ്ട്? അപ്പൊ ഞാൻ ഈ അജയനെ പ്ലസ് ഇങ്ങനെ ചിഹ്നം ഇട്ടുന്നേ, അയാളുടെ ഭാര്യ അപ്പൊ ഞാൻ മൈനസ് ഇട്ട് കൊടുത്തു. 4 ആൺമക്കൾ, ഇവർക്ക് രണ്ടുപേർക്ക് 4 ആൺമക്കളാണ്. അപ്പൊ ഞാൻ 4 ആൺമക്കൾക്കും പ്ലസ് പ്ലസ് പ്ലസ്, നിങ്ങൾ ഏതാണോ ചിഹ്നം പഠിച്ചിട്ടുള്ളത് അതിട്ട് കൊടുക്കാം. ആൺകുട്ടികളും ഓരോ ആൺമക്കൾക്കും 3 വീതം ആൺകുട്ടികൾ. അപ്പം ഈ ഒരു അവരുടെ ഭാര്യമാരുണ്ട് കേട്ടോ, ഇവർക്ക് എല്ലാവർക്കും ഭാര്യമാരുണ്ട്. നമ്മളോട് എത്ര ആണുങ്ങളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവർക്ക് 3 വീതം ആൺകുട്ടികളുണ്ട്. അപ്പം ദേ നോക്കിയേ, ഇയാളുടെ ആൺകുട്ടികൾ 3 പേര് ഇവിടെ, ഇയാൾക്കും 3 പേര്. ഓക്കെ അല്ലേ? അങ്ങനെ ഈ ഒരു 4 ആൾക്കാർക്കും ഉണ്ട് 3 വീതം ആൺകുട്ടികളുണ്ട്, 2 വീതം പെൺകുട്ടികളുമുണ്ട്. ഇവിടെ എത്ര ആണുങ്ങളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ 3 വീതം 4 പേർക്കും ഉണ്ട്. അപ്പം 3 × 4 ടോട്ടൽ 12 കുട്ടികൾ പ്ലസ് 4 മക്കൾ പ്ലസ് അച്ഛൻ ഒരാള്. അപ്പൊ എത്ര വരും? 2ഉം 4ഉം 6ഉം 1 7 17 പേര്. 17 ആണുങ്ങളാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ക്രിക്കറ്റ് കളിയിൽ ആദ്യത്തെ 10 ഓവറിൽ, ഇപ്പൊ ഈ റൺ നിരക്ക് കാണുമ്പോൾ പലർക്കും ഡൗട്ട് ആവട്ടോ, പലരും അത് വിട്ടിട്ടുണ്ടാവും. ഒരു ക്രിക്കറ്റ് കളിയിൽ ആദ്യത്തെ 10 ഓവറിലെ റൺ നിരക്ക് 3.2 ആണ്. ആദ്യത്തെ 10നകത്ത് 3.2 ആണ്. ബാക്കിയുള്ള 40 ഓവറിൽ ഏത് റൺ നിരക്കിൽ റൺ എടുത്താലാണ് ബാക്കിയുള്ള 40 ഓവറിൽ ഏത് റൺ നിരക്കിൽ റൺ എടുത്താലാണ് എതിർ ടീമിനെതിരെ 282 റൺസ് നേടാൻ സാധിക്കുക? അപ്പം ഈ ഒരു 10 ഓവറിൽ എത്ര റൺസ് എടുത്തു എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കണം. അപ്പം റൺ നിരക്ക് എത്രയാ? 3.2. അപ്പം 10 ഓവറാണ്. സോ 3.2 × 10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ സമയത്തെടുത്ത റൺസ് കിട്ടും. അപ്പൊ ടോട്ടൽ റൺസ് എത്ര എടുക്കേണ്ടത്? 282നകത്ത് 32 എണ്ണം ഇപ്പോഴേ എടുത്തു. അപ്പൊ 282 മൈനസ് 32 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 250. അപ്പൊ ബാലൻസ് എത്ര എടുക്കണ്ടേ? 250 റൺസ് എടുക്കണം. ഈ 250 റൺസ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ഓവർ എത്രയാണ്? യെസ്, നമുക്കുള്ള ഓവർ 40 ഓവറാണ് ഉള്ളത്. ഈ 40 ഓവറിൽ 250 റൺസ് എടുക്കണമെങ്കിൽ ആ സമയത്ത് റൺ നിരക്കാണ് നമുക്ക് അറിയേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? 250 ഡിവൈഡഡ് ബൈ 40 ചെയ്താൽ മതി. അപ്പൊ 4 25 എന്ന് പറയാൻ നേരത്ത് നമുക്ക് 6.25 കിട്ടും. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജോസഫ് ഒരു സ്ഥലത്ത് വെച്ച് വേറൊരു സ്ഥലത്തേക്ക് 30 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലും തിരിച്ച് 120 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലും സഞ്ചരിച്ചു. ഈ 2 ദൂരങ്ങളും കൂടി സഞ്ചരിക്കാൻ 5 മണിക്കൂർ എടുത്തു. ഓക്കെ അല്ലേ? 5 മണിക്കൂർ എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വശത്തേക്ക് ജോസഫ് സഞ്ചരിച്ച ദൂരം എത്ര? ഒരു വശത്തേക്ക് ജോസഫ് സഞ്ചരിച്ച ദൂരം 120 കിലോമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2850 രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റപ്പോൾ 14% ലാഭം കിട്ടി. 2850 രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റപ്പോൾ 14 ലാഭം കിട്ടി. ലാഭവിഹിതം എന്താണ്? അപ്പം 114/100. ഞാൻ പറഞ്ഞിരുന്നു ലാഭം ചെയ്യുമ്പോൾ ആ ഒരു 100ഉം കൂടി ആഡ് ചെയ്തിട്ട് വേണം കിട്ടാൻ. ലാഭ ശതമാനം 8% മാത്രമേ വേണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് സൈക്കിൾ വിൽക്കണം? അപ്പൊ നമുക്ക് 14% ഒന്നും വേണ്ട, എന്ത് മതി? 8 മാത്രം മതി. അപ്പൊ 8 രൂപയ്ക്ക് 8% ലാഭത്തിന് കൊടുക്കണമെങ്കിൽ എത്ര രൂപയ്ക്ക് സൈക്കിൾ വിൽക്കണം? അപ്പൊ എത്ര രൂപയ്ക്ക് സൈക്കിൾ വിൽക്കേണ്ടത്? യെസ്, എന്ത് ചെയ്താൽ മതി? ഓക്കെ, 2700 ആണ് ശരി ഉത്തരം. ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എക്സിൻ്റെ, അതായത് നമുക്ക് ആദ്യം വിറ്റതിന്റെ ഇതറിയില്ല. അപ്പം വിറ്റത് 114/100ലാണ്. എത്ര രൂപയ്ക്ക് വിട്ടിയേ? 2050. അപ്പൊ ഈ എക്സ് കണ്ടുപിടിച്ചിട്ട് പിന്നെ 8% കണ്ടുപിടിച്ചാലും മതി. അപ്പൊ 108/100 ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. എക്സിന്റെ 108/100 ചെയ്യുമ്പോൾ 2700 കിട്ടും. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ഇവിടെ എത്ര മൈനസ് ചെയ്ത് കളയണം? 6% മൈനസ് ചെയ്ത് കളഞ്ഞാലും മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 വയസ്സിന്റെ വ്യത്യാസത്തിൽ ജനിച്ച 5 കുട്ടികളുടെ വയസ്സുകളുടെ തുക 50 ആണെങ്കിൽ, ഓക്കെ അല്ലെ? 3 വയസ്സിന്റെ വ്യത്യാസത്തിൽ ജനിച്ച 5 കുട്ടികളുടെ വയസ്സുകളുടെ തുക
അപ്പൊ ഒരാളുടെ വയസ്സ് എ ആണെങ്കിൽ അടുത്തയാള് A-3. അടുത്തയാൾ എത്രയാ? A-, 3 വയസ്സിന്റെ വ്യത്യാസമാണ്. ഓൾറെഡി ഒരു A-3 വന്നു. അടുത്തത് അപ്പൊ എന്ത് വരും? A-6. അടുത്ത എന്ത് വരും? A-9. അടുത്ത എന്ത് വരും? A-12. അപ്പൊ ഇവിടെ 5 പേര് വന്നില്ലേ? ഈ 5 പേരും കൂടി ആഡ് ചെയ്യുമ്പം അവരുടെ വയസ്സുകളുടെ തുക എത്രയാണ്? 50 ആണ്. അപ്പൊ ഇതെല്ലാം കൂടി ഈ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 50 കിട്ടുന്നത്. ഇവരെല്ലാവരുടെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 50 കിട്ടും. അപ്പൊ ഇവിടെ എത്ര വരും? 5A മൈനസ് 12 പ്ലസ് 9 പ്ലസ് 6 പ്ലസ് 3 ആഡ് ചെയ്യുക. അപ്പം 9 9 3 പ്ലസ് 6 9 9 9 18 18 പ്ലസ് 12 30 വരും. ഈക്വൽ ടു 50. അപ്പൊ നമുക്ക് എന്ത് വരും? 5A ഇസിക്വൽ ടു 80, അല്ലെങ്കിൽ A ഇസിക്വൽ ടു നമുക്ക് എന്ത് വരും? 16 വരും. ഓക്കെ അല്ലേ? അപ്പം ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി എന്ന് പറയുന്നത് ആരാണ്? A-12. നമുക്ക് 16 ആണെങ്കിൽ A-12 ആണ് നമ്മളുടെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി. A-12, അതായത് 16 - 12 എന്ന് പറയുമ്പോൾ 4 വരുന്നത്. അപ്പം എത്ര ആൻസർ? ഓപ്ഷൻ A ആണ് ശരി ഉത്തരം, 4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിക്കേ. 853 ഇൻറ്റു 1346 ഇൻറ്റു 452 ഇൻറ്റു 226 എന്ന ഗുണനഫലത്തിന്റെ ഒറ്റയുടെ സ്ഥാനം മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 3 ഇൻറ്റു 6, 6 3 18 ഇൻറ്റു 2. അപ്പം 8 2 16, ഒരു 2 2 3 അല്ലേ? അപ്പൊ ഒറ്റയുടെ സ്ഥാനം മാത്രം മതിയേ. 36 ഇൻറ്റു 6. അപ്പൊ 6 ഇൻറ്റു 6 വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ വരുന്നത്? ഒറ്റയുടെ സ്ഥാനത്ത് 6 തന്നെ വരും. ഓക്കെ അല്ലേ? ഇല്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ ഒറ്റയുടെ സ്ഥാനം ജസ്റ്റ് ഒന്ന് നോക്കിയേ. യെസ്, അവിടെ 6ന്റെ ഇത് തന്നെയല്ലേ 3ഉം 2ഉം വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് തന്നെ കിട്ടും? ഒറ്റയുടെ സ്ഥാനത്ത് 6. ഇല്ലെങ്കിൽ ഈ ഒറ്റയുടെ സ്ഥാനത്തുള്ളതിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് D ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ജോഡികളിൽ ഒരു ജോഡി മാത്രം മറ്റു 3 ജോഡികളിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ ജോഡി ഏത്? വ്യത്യസ്തമായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ പലരും ഇപ്പൊ 17 ഇൻറ്റു ഒരു കുട്ടി ചെയ്താണ്, 17 ഇൻറ്റു 3 ചെയ്തു, പ്ലസ് 20 ഒക്കെ ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തെടുത്തു. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് കോപ്രൈം ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. ഇതൊന്നും അല്ല. 17നെ തിരിച്ചിട്ടു 71, 23നെ തിരിച്ചിട്ടു 32. ജസ്റ്റ് ഇത് ഇന്റർചേഞ്ച് ചെയ്യുന്നു. 4 6നെ ചേഞ്ച് ഇട്ടു, അപ്പൊ 64 കിട്ടി. ഇവിടെ ആരാണ് അപ്പം വ്യത്യസ്തമായ ജോഡി? യെസ്, 19നെ തിരിച്ചിട്ടപ്പോ 9 1 ആയിരുന്നു വേണ്ടത്, നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോഹന്റെ ഒരു മാസത്തെ വരുമാനം 50,000 രൂപയാണ്. വരുമാനത്തിന്റെ 15% മക്കളുടെ പഠനത്തിന്. അപ്പൊ നമ്മൾക്ക് 50,000 ആണ് ടോട്ടല്. ഇതിനകത്ത് 15% എന്ന് പറയുന്നത് എന്താണ്? ആദ്യം 10% എഴുതാം. 10% എത്ര വരും? 5000 വരും. ഓക്കെ ആണോ? ഇനി 5%. 5% എന്ന് പറയാൻ നേരത്ത് 500 ഇൻറ്റു 5. 500 ഇൻറ്റു 5 എന്ന് പറയുമ്പം 2500 വരും. അതായത് ടോട്ടൽ 7500. ഓക്കെ അല്ലേ? അതിങ്ങനെ നോക്കിയാൽ മതിയേ. ദേ, ഇത് 10%. 1% എത്രയാ? ദേ, ഇത് 1%, 500. ഓക്കെ ആണോ? അപ്പൊ 5% എന്ന് പറയുന്നത് 1%ത്തിന്റെ 5 തവണ. അപ്പൊ 500ന്റെ 5 തവണയാണ് ഈ 2500 ആക്കിയിരിക്കുന്നത്. അപ്പം 7500 ആർക്ക് കൊടുത്തു? മക്കളുടെ പഠനത്തിന്. അടുത്ത 28% വീട്ടു ചെലവിന്. അപ്പൊ 28%-ൽ 20% എന്ന് പറയുന്നത് എത്ര വരും? 5000 ഇൻറ്റു 2 അല്ലെ? 10% 5000 വരുന്നത്. 5000 ഇൻറ്റു 2 എന്ന് പറയുന്നത് 10000 വരും. ഇനി 8% എന്ന് പറയുമ്പോൾ യെസ്, 500 ഇൻറ്റു 8. 500 ഇൻറ്റു 8 എന്ന് പറയുന്നത് എത്ര വരുന്നുണ്ട്? 500 ഇൻറ്റു 8 4000 വരും. ഓക്കെ അല്ലേ? അപ്പൊ 14,000 രൂപ എന്തിനു വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്? വീട്ടു ചെലവിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. അടുത്തത് 10% വാടകയ്ക്കും ഉപയോഗിക്കുന്നു. 10% എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്?
യെസ്, 5000 രൂപ വാടകയ്ക്കും എടുക്കുന്നു. എങ്കിൽ മാസാവസാനം മോഹന്റെ സമ്പാദ്യം എത്ര? അപ്പം ഈ 7500ഉം 14500ഉം 500ഉം എവിടുന്ന് കുറച്ചാൽ മതി? സോറി, 5000ഉം ഈ 50000 കുറയ്ക്കുക. അപ്പൊ ഈ 14000 പ്ലസ് 5000 പ്ലസ് 7500 ടോട്ടൽ എത്ര വരും? ഇതെല്ലാം കൂടെ കൂട്ടുവാണേ. അപ്പം 4 5 9 7 6, യെസ്, 26500 ഈ 50000 കുറച്ച് കഴിഞ്ഞാല് നോക്കിയേ, 9 3 ബാലൻസ് 4 2 23500 രൂപ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5 മൈനസ്, ഞാൻ പറഞ്ഞില്ലേ ബ്രാക്കറ്റിനകത്തുള്ളത് ചെയ്യുക. ആദ്യം ബ്രാക്കറ്റിനകത്തുള്ളത് ചെയ്യാം. അപ്പൊ 1/4 പ്ലസ് 2 ഇൻറ്റു 1/4 അല്ലെ, 2 1/4 വന്നിരിക്കുന്നു. അപ്പൊ അതെങ്ങനെ ചെയ്യുക? 2 ഇൻറ്റു 2 പ്ലസ് 1. 2 1/4 എന്ന് പറയുന്നത് ന്യൂമറേറ്ററിൽ 2 ഇൻറ്റു 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. അതായത് 5/2 നമ്മൾ 2 1/2 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 5/2. ഇനി അടുത്ത എന്താ? 2 1/4. 2 1/4 എന്ന് പറയുന്നത് എന്താ? 2 ഇൻറ്റു 4 പ്ലസ് 1 ന്യൂമറേറ്ററിൽ വരും. അപ്പൊ ഇവിടെ എന്ത് വരും? യെസ്, 9/4 പ്ലസ് 9/4. അപ്പൊ ഇവിടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ കണ്ടോ, ഈ ഫസ്റ്റിലത്തെ ഈ ഒരു മൂന്നാമത്തെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പം 1/4 പ്ലസ് 9/4 നമുക്ക് എന്ത് കിട്ടും? ഈ 5/2 ഇവിടെ തന്നെ എഴുതാം, 10/4 എന്ന് കിട്ടും. അകത്ത് ഞാൻ ഓക്കെ. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? യെസ്, ഇത് രണ്ടും കൂടെ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ 10/4. അപ്പൊ ഇതിനെ ജസ്റ്റ് ഒന്ന് 4 2 ആൻഡ് 5 അല്ലെ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5/2 കിട്ടും. പ്ലസ് ഓൾറെഡി ഉണ്ടായിരുന്ന 5/2. അപ്പൊ ഈ 5/2 പ്ലസ് 5/2 ന്യൂമറേറ്റർ സെയിം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? യെസ്, കിട്ടുന്നത് 5 പ്ലസ് 5 10 ഡിവൈഡഡ് ബൈ 2. അല്ലെങ്കിൽ ഇതിനെ 5 എന്ന് വിളിക്കാം. ഈ ബ്രാക്കറ്റിലുള്ള ടേംസ് എല്ലാം കൂടെ 5 വരും. എന്തിൽ നിന്നിട്ടാണ് 5 മൈനസ് ചെയ്യേണ്ടത്? 5 മൈനസ് ബ്രാക്കറ്റിലുള്ള ടേം. അപ്പം 5 മൈനസ് 5 എന്ത് വരും? 0 വരും. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ അല്ലേ? കുറച്ച് സ്പീഡായോ മാത്സ്? അല്ലെങ്കിൽ വേണമെങ്കിൽ വീണ്ടും ഒരു വീഡിയോ കൂടെ മാത്സിന് വേണ്ടി മാത്രം ചെയ്തു തരാം. ഓക്കെ, താങ്ക് യു. എല്ലാവരും എത്ര കിട്ടി എന്നൊക്കെ ഉള്ളതൊന്ന് കമന്റ് ബോക്സിൽ ഇട്ടേക്കണേ. നമുക്ക് മാർക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.